ഗുഡ് ഫുഡ് സൂപ്പർ ഫുഡ് ഇങ്ങനെ ഒന്നുമില്ല. അല്ലെങ്കിൽ നല്ല എക്സസൈസ് അങ്ങനെയൊന്നുമില്ല. ഓരോ വ്യക്തികൾക്കും അവനവന് പറ്റുന്ന എക്സസൈസ് എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ വ്യക്തികൾക്കും അവനവന് കഴിക്കാവുന്ന ഭക്ഷണം എന്താണെന്നുള്ള എക്സസൈസ്. ഞാൻ റെഗുലർ അല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നതാണ്. ഞാൻ ഹൈ കാർഡിയോ, ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ട്രെയിനർ പറയും കുറച്ച് നേരം ഒന്ന് ട്രെഡ്മില്ലിൽ കയറി ഓടാൻ പറയും. ഞാൻ ഹൈ കാർഡിയോ ചെയ്യില്ല. കാരണം എൻ്റെ ജനറ്റിക് പ്രൊഫൈൽ വെച്ച് എനിക്കൊരു ജീൻ വേരിയൻ്റ് ഉണ്ട്. അതായത് QT ഇൻ്റർവെൽ എന്ന് പറയും. നമ്മുടെ ECG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രാഫ് പോലെ വരില്ലേ, അതിനകത്ത് PQRT എന്ന് കാണാം. ആ Qയും Tയും തമ്മിലുള്ള ഗ്യാപ്പാണ് QT എന്ന് പറയുന്നത്. ഇതെൻ്റെ ഇത്തിരി പ്രൊലോങ്ഡ് ആണ്. ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. നമ്മുടെയൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും, ഓരോരുത്തരും ഡിഫറൻ്റ് ആയിരിക്കും. ഈ പ്രൊലോങ്ഡ് QT ഉള്ള ആൾക്കാർ ഈ ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിപ്പോവാം. അതാണ് ഈ പറഞ്ഞ ചിലർ ഈ ജിമ്മിൽ അബ്സല്യൂട്ട്ലി. ഇത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽത്ത്, ഞാൻ ചില ആൾക്കാരോട് പറയും, പറയുന്നത് ശരിയല്ലെങ്കിലും, ഇഷ്ടമുള്ളത് കഴിച്ച് ഇഷ്ടമുള്ളപോലെ ജീവിച്ചങ്ങ് പൊക്കും. എന്തെങ്കിലും നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ഒരു വെൽനസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒന്ന് ഹെൽത്തിൽ എന്തെങ്കിലും ചെയ്യണം തോന്നുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ജനറ്റിക് പ്രൊഫൈൽ നോക്കുക, ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ നോക്കുക. അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ നോക്കാൻ വളരെ സിമ്പിളാണ്. ബ്ലഡ് ടെസ്റ്റ് നോക്കിയാൽ മതി. ഇത് രണ്ടും അറിയാവുന്ന ആൾക്കാരുടെ കൊണ്ട് കൊടുക്കുക. ഇതെല്ലാ ആൾക്കാർക്കും അറിയത്തൊന്നുമില്ല. കാരണം ഇപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ജനറ്റിക് ടെസ്റ്റ് ചെയ്ത ശേഷം എൻ്റെ റിപ്പോർട്ടിനകത്ത് ക്യാൻസറിന് ഹൈ റിസ്ക് ഉണ്ടെന്ന് കണ്ട ആൾ നമ്മുടെ അടുത്ത് ഒരു ഓങ്കോളജിസ്റ്റ് അടുത്ത് ചെന്നു ഈ റിപ്പോർട്ടുമായിട്ട്. ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഇതിനകത്ത് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ നോക്കിയിട്ട് താൻ ഇതെവിടെ പോയി ചെയ്തതെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഒരു എന്തിനാ ചെയ്തേ? അല്ല ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അറിഞ്ഞില്ലേ? അപ്പോൾ അല്ല എന്താ ഇത് ചെയ്യാൻ പറ്റുമോ? എടോ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് വന്നു കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് വരാതെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് തൻ്റെ ജോലിയാണ്.